ഹലോ എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ ഇതുവരെയും ഒരു സംരംഭം തുടങ്ങിയില്ലേ? തുടങ്ങാൻ മടിച്ചിരിക്കുകയാണോ? എന്ത് തുടങ്ങണമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണുമില്ലേ? തുടങ്ങാത്തവർക്കല്ലേ? അയ്യോ, ഞാൻ എന്ത് തുടങ്ങിയാൽ വിജയിക്കും, അല്ലെ എന്താണ് തുടങ്ങേണ്ടത്? ഞാൻ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഒരു 5-6 മാസം കൊണ്ട്, 5-6 1 വർഷമായി. 1 വർഷം കൊണ്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് വിറ്റഴിച്ച് ലാഭം നേടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും അതൊരു പ്രയോജനമാകുമെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ഇത് തേയിലയാണ്. കാണാമോ? തിരിച്ചാ പിടിച്ചിരിക്കുന്നത്. കാണാമോ? കണ്ടോ? ഇത് ലീഫാണ്, തേയില എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേയിലയാണ്. ഇത് 1/2 കിലോ പാക്കറ്റാണ്. അപ്പോൾ ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് പെരിയാർ, കുമളി, വണ്ടിപ്പെരിയാർ അറിയാമല്ലോ, കുമളിക്ക് പോകുന്ന റൂട്ട്, അവിടെ കൂന്നിമാര, അവിടെ നിന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. 1 വർഷം കൊണ്ട് വാങ്ങിക്കുന്നുണ്ട്. നല്ല സെയിലും നടക്കുന്നുണ്ട്. 1/2 കിലോയുടെ പാക്കറ്റ്, 1 കിലോയുടെ ഇല്ലായിരുന്നു. ഞാൻ 1/2 കിലോയുടെ പാക്കറ്റാണ് വാങ്ങിച്ചത്. ഇത് ഇപ്പോൾ അവർ പാഴ്സൽ അയച്ചു തരിക. നമ്മുടെ ആവശ്യാനുസരണം 25 കിലോയിൽ കുറച്ചവർ പാഴ്സൽ തരത്തില്ല. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെയാണ് കൊടുക്കുന്നത്. എന്നോട് ഒരു പ്രാവശ്യം വാങ്ങിക്കുന്നവർ പിന്നെ വേറെ എങ്ങൊന്നും തേയില വാങ്ങിക്കാറില്ല. എൻ്റെ കയ്യിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1/2 കിലോയ്ക്ക് 180 രൂപയാണ്. ഞാൻ കൊടുക്കുന്നത് 175 രൂപയ്ക്ക്. അപ്പം നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടും. അപ്പം അതിൻ്റെ അനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴും അല്പലാഭം അവർക്കും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ 5 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നല്ല സൂപ്പർ തേയിലയാണ്. ഇപ്പോൾ അവരുടെ കമ്പനിക്ക് വേണ്ടി പരസ്യം ചെയ്യുമല്ല, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അടുത്തത് അവരുടെ തന്നെ ഇത് പൊടി തേയിലയ. ഇത് നല്ല സൂപ്പർ തേയിലയ. നമുക്ക് ചായ ഇട്ട് കുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നും. ഇത് രണ്ടും നല്ലതാണ്. ഇത് തരിയും, ഇത് പൊടി. ഇതും 1/2 കിലോയുടെ പാക്കറ്റാണ്. ഇതിന് വില വരുന്നത് 168 രൂപയാണ്. കാണാമോ? തിരിച്ചു പിടിക്കണം. 168 രൂപയാണ് ഇതിൻ്റെ വില. ഞാൻ കൊടുക്കുന്നത് 5 രൂപ കുറച്ചിട്ട് 163-നാണ് കൊടുക്കുന്നത്. ഇതിന് മുൻപ് പെട്ടിമുടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് പെരിയാർ വരെ പോകേണ്ട അതിൻ്റെ കുറേ മുൻപായിട്ട് വരും. അവിടെ ആണെങ്കിൽ ലൂസ് തേയില കിട്ടും. അത് കുറഞ്ഞത് 10 കിലോ, പിന്നെ അതിന് മുകളോട്ട് എത്ര വേണേലും നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, ഹോട്ടലിലെ ആവശ്യത്തിനാണോ അതോ വീട്ടാവശ്യത്തിനാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടാവശ്യത്തിനാണ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള തേയില വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും നല്ല, അതായത് ഈ പാക്കറ്റ് കണ്ടില്ല, ഇത് ഡസ്റ്റാണ്. ഇതുപോലത്തെ തന്നെ നമുക്ക് ലൂസ് കിട്ടും, എത്ര വേണമെങ്കിലും തൂക്കി കിട്ടും. അപ്പം അതിന് കുറച്ചുകൂടെ ലാഭത്തിൽ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? കുറേ കവർ വാങ്ങണം. 1/4 കിലോ, 1/2 കിലോ, 1 കിലോ ഒക്കെ കവർ വാങ്ങിച്ചിട്ട് ഒരു
മെഷീനും വാങ്ങിക്കണം, വെയിങ് മെഷീനും വാങ്ങിക്കണം. അതിനധികം വിലയാകത്തില്ല, ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കണം, അധികം വിലയാകത്തില്ല. അതിൽ നമ്മൾ തൂക്കി, നമ്മൾ ഇതുപോലെ കവറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമ്മളെ കൊണ്ട് വീട്ടിൽ വെച്ച് പായ്ക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് കിട്ടുന്ന വിലയുടെ അനുസരിച്ച് നമുക്ക് ഇതിനിപ്പോൾ തന്നെ ഈ തേയില തന്നെ, ഇതിനകത്തുള്ള ഏത് തേയില ഡസ്റ്റിൻ്റെ തേയിലയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില, ഇത് പാക്കറ്റിൽ ഒക്കെ ആയതുകൊണ്ടാണ് ഇതിന് വില ഇച്ചിരി കൂടുതൽ അവരിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കവറൊന്നും ഉണ്ടാക്കുക, നമ്മൾ കവർ വാങ്ങിക്കുമല്ലേ, ഇതുപോലത്തെ കവറല്ലല്ലോ, സാധാരണ കവർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തൂക്കി, ഞാൻ ഇച്ചിരി റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് കൊടുത്തത്. അത് തേയില നല്ലോണം പോയി, ഇഷ്ടം പോലെ പോയി. ഏറ്റവും ഒടുവിൽ അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അന്നൊരു അബദ്ധം പറ്റി, അവിടെ നിന്ന് ഫോൺ നമ്പറൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല, ആദ്യമായിട്ട് വാങ്ങിച്ചത് അവിടെ നിന്ന്. അപ്പം അന്ന് തന്നെ ഞാൻ ഇതും വാങ്ങിച്ചു, ഇത് 2 ഐറ്റവും. അതിൻ്റെ അപ്പുറത്ത് ഈ കോന്നിമാർ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും അവരുടെ വിസിറ്റിംഗ് കാർഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെ മാത്രം നമ്പർ എനിക്ക് അറിയത്തുള്ളായിരുന്നു, അല്ലേ ഇനി ഞാൻ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു പായ്ക്ക് ചെയ്യണ്ടല്ലോ, ഇത് തന്നെ വാങ്ങിക്കാം. അപ്പോൾ കൂടുതലെടുത്ത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ലാഭത്തിൽ തന്നു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെട്ടിമുടി പോയാൽ നല്ല തേയില കിട്ടും. ഈ പറഞ്ഞ പോലെ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റി ഉള്ള തേയില വേണമെന്ന് പറയണം. പറഞ്ഞു കഴിയുമ്പോൾ അവർ ആദ്യമേ നമ്മൾ പോയി വാങ്ങിക്കുക, അതിനുശേഷം നമ്പർ വാങ്ങിച്ച് അവർ പാഴ്സലായിട്ട് നമുക്ക് അയച്ചു തരാം. അത് എവിടെയാണെങ്കിലും ആ പാഴ്സലിൻ്റെ പൈസയും ബാക്കി എത്ര തേയില എടുക്കുന്നോ അതിൻ്റെ പൈസയും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കോ അല്ല കടകളിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവർ വീണ്ടും വീണ്ടും ഈ തേയില വേണമെന്ന് പറയും. നമ്മൾ മറ്റെന്തെങ്കിലും തുടങ്ങുന്ന കൂട്ടെ ഇതും നമുക്ക് വീട്ടിൽ ഇരുന്ന് വിറ്റഴിക്കാം. അപ്പം നല്ലൊരു മാർഗ്ഗമല്ലേ, എനിക്കിതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ നിന്ന് ഈ സമീപത്തുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോയവരും, പിന്നെ ഇത് നല്ലതാണെന്ന് പറഞ്ഞ അവരുടെ റിലേഷൻസ്, പിന്നെ അങ്ങനെ കുറേ പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ തീരാറായി. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരുത്തും. കാരണം പിന്നെ എല്ലാവർക്കും ഇത് തന്നെ മതി, മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങാറില്ല, നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഇതുപോലെ, കാരണം ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കണം, എന്നാലേ നമുക്ക് ലാഭത്തിൽ കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ അല്ലാത്ത ഹോൾസെയിൽ കടകളിൽ നിന്നൊക്കെ പോയാൽ അത് നല്ല ക്വാളിറ്റിയുള്ള തേയിലയല്ല, അതിന് വേറെ ടേസ്റ്റാണ്. ഇത് നല്ല ഒറിജിനൽ തേയിലയാണ്. ഇതിന് നമ്മളിപ്പം കുറച്ച് കടുപ്പം കൂടുതൽ ഇട്ടെന്ന് പറഞ്ഞാലും അതിന് കമർപ്പോ ഒന്നും വരത്തില്ല. സാധാരണ കടകളിൽ നിന്ന് ഇപ്പം നമ്മൾ വാങ്ങിയ തേയിലയ്ക്ക് അതിൽ കടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തിൽ മായം ചേർക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ പെട്ടിമുടി പോയെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും തേയില കടകളിലേക്കാണോ വീടുകളിലേക്കാണോ എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അപ്പം മറ്റേതിനകത്തിൽ കടുപ്പം കൂടുതൽ ആവാം, എനിക്കറിയില്ല. പക്ഷെങ്കിൽ അല്ലാതെ നമുക്ക് സ്വന്തം ആവശ്യത്തിനാണെന്ന് പറഞ്ഞു കഴിയുമ്പം അവർ നല്ല തേയില തരും. ഓക്കെ, അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർ ഇങ്ങനെ ഈ തേയില വാങ്ങിച്ച് വീട്ടിലിരുന്ന് 1/4 കിലോ 1/2 കിലോ 1 കിലോ ഒക്കെ ആയിട്ട് വിറ്റഴിച്ച് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം. ഓക്കെ, എൻ്റെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ നമ്മുടെ വീടിൻ്റെ എല്ലാം ഇല്ലെങ്കിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും മിക്കവാറും സ്ത്രീകളല്ലേ ഏൽക്കുന്നത്. അവരുടെ കയ്യിൽ ഈ പുരുഷന്മാർ ഇങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് ഒരു അടുക്കും ചിട്ടയുമായിട്ട് കിട്ടുന്ന പണത്തിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടക്കും. മറ്റുള്ള അല്പം സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള വീട്ടിൽ ശാന്തി, സമാധാനം, ഐശ്വര്യമൊക്കെ ഉണ്ടാകും, അല്ലയോ? അതേസമയം ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കയ്യിൽ 10 പൈസ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല കണക്ക് പറഞ്ഞിട്ടാണ്, അല്ലെ കണക്ക് പറഞ്ഞ് തിരിച്ച് വാങ്ങിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എൻ്റെ ചുറ്റുവട്ടത്ത് അല്ലെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു 10 പൈസ കയ്യിലെടുക്കാൻ ഭയങ്കര വിഷമം. ഓരോ കാര്യത്തിനും ആ ഭർത്താവിൻ്റെ കയ്യിൽ ചേട്ടനാ അത് വേണം ചേട്ടാ, ഇത് വേണം ചേട്ടാ, അങ്ങനെ ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു ഗതികളുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്ത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. അല്പം
സമ്പാദ്യശീലവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ശരിയല്ലയോ? എന്നാൽ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുടെ കൊടുത്താൽ എന്തുവാണ് വേണ്ടുന്നത്, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആ വീട്ടിൽ സന്തോഷവും സമാധാനവും കാരണം അവരാണല്ലോ വീട്ടിലെ സ്ത്രീകളാണല്ലോ വീടിൻ്റെ മഹാലക്ഷ്മികൾ. സ്ത്രീകളാണ് വീടിൻ്റെ വിളക്ക്. അപ്പം ഭർത്താവ് ഭാര്യയെ കൊണ്ട് ഏൽപ്പിച്ച് ആ വീടിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടത്തുകയാണെങ്കിൽ ആ വീട് നല്ല ഐശ്വര്യമായിട്ട് പോകും. എല്ലാ കാര്യങ്ങൾക്കും ഒരു അച്ചടക്കവും ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകും. ഭാര്യമാർക്കാണെങ്കിലും 10 രൂപ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവർക്ക് 10 രൂപ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടാവും അന്നേരം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ത്രീകളല്ലേ, അവർക്ക് പല പല ആവശ്യങ്ങളല്ലേ, അവർക്ക് അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് അവരുടെ കാര്യങ്ങൾക്കൊക്കെ ചിലവഴിക്കാനും കഴിയും. ഇത് കേൾക്കുന്ന പുരുഷന്മാരെ, നിങ്ങളും വരുമാനമില്ലാത്ത സ്ത്രീകളുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ കൊടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ. എല്ലാവർക്കും ഓണമെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് മെഡിറ്റേഷൻ്റെ ഒന്നും കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.